ഹലോ ഫ്രണ്ട്സ്, ഞാനിതാ വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്തവണ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കഞ്ഞിവെള്ള ഹൽവയാണ് കേട്ടോ. ഞാനിതിനെ അങ്ങനെയാണ് വിളിക്കാറ്. നമുക്ക് കഞ്ഞിവെള്ളവും മൈദയൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് ഈ കാണുന്ന ഒരു ഗ്ലാസിൻ്റെ അളവിനാണ് ഞാനിവിടെ കഞ്ഞിവെള്ളവും മാവും ഒക്കെ എടുത്തിരിക്കുന്നത്. കൂട്ടുകാർക്ക് അളവ് കപ്പ് തന്നെ എടുക്കാം. ഇങ്ങനെ 2 കപ്പ് കട്ടിയുള്ള കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ അതേ കപ്പിന് 2 കപ്പ് മൈദയും ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ നല്ല പോലെ തന്നെ ഞാൻ വിസ്ക് വെച്ചിട്ട് ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയതാണ്. ശർക്കര ഉരുക്കുന്ന സമയത്ത് കൂട്ടുകാർ ഒരുപാട് വെള്ളം ചേർക്കരുത്, കാരണം ഓൾറെഡി നമുക്കതിൽ കഞ്ഞിവെള്ളത്തിൻ്റെ ഒക്കെ ഇതുള്ളത് കൊണ്ട്. അപ്പം അതും കൂടെ നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ ചൂടോടെ തന്നെ നമ്മുടെ ശർക്കരപ്പാനി ഒഴിക്കുക. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കുക. പിന്നെ വേണ്ടത് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. പിന്നെ ഈ നെയ്യിലേക്ക് തന്നെ നമ്മുടെ ഈ ഒരു മിക്സ് നമുക്ക് കൊടുത്തിട്ട് കൈ വിടാതെ തന്നെ നല്ല പോലെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇടയ്ക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ശർക്കരപ്പാനിയുടെ കൂടെ തന്നെ നിങ്ങൾക്കതൊന്ന് പൊടിച്ച് ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ അതിനകത്ത് തന്നെ നിങ്ങൾക്കതിട്ട് ആ ഒരു ഫ്ലേവർ കിട്ടുന്നത് വരെ നിങ്ങൾക്ക് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ കുറുകി വന്നതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ, പെട്ടെന്ന് തന്നെ പണി കഴിയും. ശർക്കര ഉരുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിൽ എക്സ്ട്രാ ഒരു പണിയായിട്ട്. അപ്പം കൂട്ടുകാർ ഉറപ്പായിട്ട് ഈ ഒരു രീതിയിൽ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അത്യാവശ്യം നല്ല സോഫ്റ്റും അതേപോലെ തന്നെ ഒരു ചെറിയ ഒട്ടുന്ന ഹൽവയുടെ ഒക്കെ ആ ഒരു പരുവല്ലേ, ആ ഒരു പരുവത്തിനാണ് നമുക്ക് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം കൊണ്ട് ഉണ്ടാക്കുന്ന ഹൽവ കിട്ടുന്നത്. ഹൽവ നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുന്നതിന് മുമ്പ് നല്ല കട്ടിയായിട്ട് വരുന്ന ആ ഒരു പരുവത്തിലും അത്യാവശ്യം 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇത് സെറ്റാക്കാൻ വേണ്ടി വെക്കുന്ന പാത്രത്തിലും കൂടെ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് വേണം ഇത് സെറ്റാക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ അത്രയും കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കൂട്ടത്തിൽ എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.